സോ ഗായ്സ്, നിങ്ങൾ സ്ക്രാച്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഏത് പ്രായക്കാർക്കും എത്ര എളുപ്പത്തിലും പഠിച്ചെടുക്കാവുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സ്ക്രാച്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്ക്രാച്ചിൻ്റെ പ്രത്യേകത എന്നാൽ ഇപ്പോൾ നിങ്ങൾ HS ലെവലിലൊക്കെ ലിറ്റിൽ കൈറ്റ്സ് എന്ന ഒരു കോഴ്സിലുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രാച്ച് പഠിച്ചെടുക്കുന്നതിലൂടെ നമ്മുടെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഗ്രേസ് മാർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശാസ്ത്രോത്സവത്തിലൊക്കെ സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് ഒരു മത്സര ഇനമാണ്. നമുക്ക് സ്റ്റേറ്റ് വരെയൊക്കെ മത്സരിച്ച് അവിടേക്ക് നമുക്ക് ഗ്രേസ് മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ സ്ക്രാച്ചിൽ ഒരു ഗെയിം, ജസ്റ്റ് ഒരു ഫ്രൂട്ട് ഫോളിംഗ് ഗെയിം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഗായ്സ്, വെൽക്കം ടു മിസ്റ്റർ DNV യൂട്യൂബ് ചാനൽ. സോ ഇതാണ് നമ്മുടെ ഒരു ഗെയിമിൻ്റെ നോർമൽ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് 3 സ്പ്രൈറ്റാണ് മെയിനായിട്ടുള്ളത്. ഒരു ബൗളുണ്ട്, അതുപോലെ ഒരു ആപ്പിളുണ്ട്, പിന്നെ നമുക്കൊരു ഗെയിം ഓവർ എന്ന് പറയുന്നൊരു ബാനറുണ്ട്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ജസ്റ്റ് കോഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഗെയിം പ്ലേ ആവുന്നതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതേപോലെ നമ്മുടെ ബൗൾ മൂവ് ചെയ്ത് നമ്മുടെ ഫ്രൂട്ടിനെ ക്യാച്ച് ചെയ്യണം. ഇനി അബദ്ധവശാൽ നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗെയിം ഓവറായി പോകും. സോ ഈ ഒരു ഗെയിം നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് 10 മിനിറ്റ് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുകയാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. സോ ഗായ്സ്, നമുക്ക് ഈ പ്രൊജക്റ്റ് 1 മുതൽ തുടങ്ങിയാലോ? അതിനുവേണ്ടി നമ്മൾ ഫയൽ സെലക്ട് ചെയ്ത് ന്യൂ എടുത്ത് പുതിയൊരു ഫ്രഷ് പേജ് എടുക്കുന്നു. പിന്നീട് നമുക്ക് ഈ പൂച്ച ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. പിന്നീട് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ബ്ലൂ സ്കൈ എന്ന ബാക്ക്ഗ്രൗണ്ട് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇത് നമുക്ക് ആ പഴയ വൈറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. എന്നിട്ട് നമുക്കൊരു ബൗളാണ് ഇവിടെ ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള സ്പ്രൈറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്രൈറ്റ് ലൈബ്രറിയിൽ കയറിയിട്ട് ബൗളിനെ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ബൗൾ നമുക്ക് നടുക്ക് നിന്നാൽ മതിയോ? പോരാ, നമുക്ക് താഴെ നിർത്തണം. അതിനുവേണ്ടി നമ്മൾ അതിനെ ഡ്രാഗ് ചെയ്ത് താഴോട്ടുണ്ടെന്നിട്ട് അതിൻ്റെ സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ബൗൾ ഓക്കെ ആയിട്ട് നമുക്കവിടെ പ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ബൗളിൻ്റെ ആ ഒരു ഇൻസൈഡ് നമുക്ക് റെഡ് കളറിൽ ഫില്ല് ചെയ്യണം. കാരണം നമ്മുടെ താഴത്തെ ആ ഒരു നിലവും ബ്രൗൺ ആണ്. ബൗളിൻ്റെ ഇൻസൈഡ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ കമാൻഡ് ചിലപ്പോൾ നമുക്ക് എറേഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ആ ഒരു ബൗളിൻ്റെ ഉൾവശം റെഡ് ആക്കുന്നു. ഇനി നമുക്ക് ഏതൊക്കെ സ്പ്രൈറ്റുകളാണ് വേണ്ടുന്നത്? അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ബൗളിന് കുറച്ച് കമാൻഡ്സ് കൊടുക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബൗൾ നമുക്ക് റൈറ്റ് ആരോക്കി ഞെക്കുമ്പോൾ വലത്തേക്ക് പോകും എന്ന രീതിയിലും, അതുപോലെ തന്നെ നമ്മുടെ ബൗൾ നമുക്ക് ലെഫ്റ്റ് ആരോക്കി ഞെക്കുമ്പോൾ ഇടത്തേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി തന്നെ നമ്മൾ അവിടെ ഗ്രീൻ ഫ്ലാഗിൻ്റെ ഒരു കമാൻഡ് എൻ്റർ ചെയ്തിട്ട് നമ്മൾ ഫോറെവർ എന്നൊരു ലൂപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഫോറെവറിനകത്ത് നമ്മൾ ലീഫ് കമാൻഡ് ഇട്ടിട്ട് കീ റൈറ്റ് ആരോ ക്ലിക്ക് എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ബൗൾ വലത്തേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വലത്തെന്ന് പറയുമ്പോൾ നമ്മുടെ X ആക്സാണ് മൂവ് ചെയ്യേണ്ടത്. X ആക്സ് പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ റൈറ്റിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ X ആക്സ് നെഗറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. സോ നമ്മൾ നമ്മുടെ റൈറ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ X ആക്സിൽ ഇത് 10 സ്റ്റെപ്സ് വലത്തോട്ട് പോവുകയും, അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ആരോക്ക് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ X ആക്സിൽ തന്നെ -10 ആയിട്ട് ബാക്കിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. നമുക്കവിടെ കാണാവുന്നതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സംഭവം. ഇനി നമുക്ക് അടുത്ത സ്പ്രൈറ്റ് നമുക്ക് ആഡ് ചെയ്യാം. അത് നമ്മുടെ ഫ്രൂട്ട് എന്ന് പറയുന്ന സ്പ്രൈറ്റാണ്. അപ്പോൾ നമുക്കിവിടെ ആപ്പിളാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മളതിൻ്റെ ഒരു സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ബൗളിനുള്ളിൽ കയറാവുന്ന വിധത്തിൽ നമ്മളതിനെ ചെറുതാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മറ്റ് കോസ്റ്റ്യൂമുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ കണ്ട ഗെയിമിൽ കണ്ടത് ആപ്പിളും ബനാനയും അതുപോലെ ഓറഞ്ചുമാണ്. നമ്മളിപ്പോൾ ബനാനയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു ഓറഞ്ചും കൂടെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഓറഞ്ച് ഇവിടെ കിടപ്പുണ്ട്, നമ്മളത് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ഓറഞ്ച് തീരെ കുഞ്ഞായിപ്പോയി, നമുക്കത് ഇച്ചിരി വലുതാക്കി നമ്മുടെ ആപ്പിളിൻ്റെയും ബനാനയുടെയും അതേ സൈസിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഒരുമാതിരി സെറ്റായിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ആപ്പിൾ എന്ന് പറയുന്ന ഈ സ്പ്രൈറ്റിൽ നമുക്ക് കമാൻഡ്സ് കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും വേണ്ടുന്നത്, നമ്മൾ ഗെയിം തുടങ്ങുമ്പം ഈ ഒരു നമ്മുടെ ഫ്രൂട്ട് ഏറ്റവും ടോപ്പിലാണ് നിൽക്കേണ്ടത്. അതിനുവേണ്ടി തന്നെ നമ്മൾ ഗോ ടു Y 155 അതുപോലെ തന്നെ X പിക്ക് റാൻഡമാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൻ്റെ ആ ഒരു ലെഫ്റ്റ് എഡ്ജ് തൊട്ട് റൈറ്റ് എഡ്ജ് വരെയുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഫ്രൂട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ രീതിയിൽ വേണം നമ്മൾ കമാൻഡ് കൊടുക്കാനായിട്ട്. അതിനുവേണ്ടി തന്നെ നമ്മൾ ലെഫ്റ്റ് കോർണറായിട്ടുള്ള ആ ഒരു -220 അതുപോലെ തന്നെ റൈറ്റ് എഡ്ജ് ആയിട്ടുള്ള നമ്മുടെ ഒരു പോസിറ്റീവ് 220 നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു കമാൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും നമ്മുടെ ഒരു ഫ്രൂട്ട് നമുക്ക് താഴോട്ട് വരുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഗ്രീൻ ഫ്ലാഗ് എപ്പോഴും ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു മെസ്സേജ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്, സ്റ്റാർട്ട് എന്ന് പറഞ്ഞത്. സോ ഈ ഗ്രീൻ ഫ്ലാഗ് എപ്പോൾ ക്ലിക്ക് ചെയ്താലും സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് റൺ ആവും. ഇനി നമുക്ക് ആ ഒരു മെസ്സേജ് ഈ ഒരു കമാൻഡ് റിസീവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ഒരു കമാൻഡ് റൺ ആവുന്നത്. ആ രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഈ ഒരു ഫ്രൂട്ട് താഴോട്ട് വരുന്ന രീതിയിൽ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ റിപ്പീറ്റ് അണ്ടിൽ എന്നുള്ളൊരു കമാൻഡ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ടച്ചിങ് ബൗൾ എന്നൊരു സംഭവം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ടച്ചിങ് ബൗൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രൂട്ട് പിന്നെ യഥാസ്ഥാനം വന്നിട്ട് വീണ്ടും താഴ്ത്തുന്ന രീതിയിൽ. അതുപോലെ തന്നെ ടച്ചിങ് കളർ
ഇത് താഴത്തെ ആ ഒരു ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗെയിം ഫെയിൽ ആകുന്ന രീതിയിൽ ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ അവിടെ നമ്മൾ സ്ക്രീൻ കാണുന്ന പോലെ നമ്മൾ കമാൻഡ്സ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു വൈ പൊസിഷനിൽ നമ്മുടെ സാധനം താഴോട്ട് വരണം. അതായത് വൈ ആക്സ് ആണ് നമ്മുടെ വെർട്ടിക്കൽ ആക്സ്. അതിൽ നെഗറ്റീവായിട്ട് വരുമ്പോൾ മാത്രമാണ് നമുക്ക് താഴോട്ടേക്ക് നമ്മുടെ ഫ്രൂട്ട് മൂവ് ആകുന്നത്. സോ നമ്മൾ ആ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒരു ഫ്രൂട്ട് ബൗളിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ വീണ്ടും യഥാസ്ഥാനത്തേക്ക് പോകുന്നത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആ ഡീഫ് എന്ന് പറഞ്ഞൊരു കമാൻഡ് എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ടച്ചിങ് ബൗൾ കൊടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മുടെ ആ ഒരു ബ്രോഡ്കാസ്റ്റ് കമാൻഡ് സ്റ്റാർട്ട് വീണ്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് വീണ്ടും സ്റ്റാർട്ട് ആവുന്ന രീതിയിലേക്ക് വരും. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ഗെയിം ഫെയിൽ ആവുന്ന രീതിയിൽ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ടച്ചിങ് കളർ ബ്രൗൺ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് ഫെയിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഇനിയിപ്പോൾ നമ്മൾ കണ്ടു നോക്കൂ, നമ്മൾ പുതിയൊരു മെസ്സേജ് ഇട്ട് കൊടുക്കുകയാണ്, വെൻ ഐ റിസീവ് ഫെയിൽ. അത് നമുക്കിവിടെ ആവശ്യമില്ല. സോ നമ്മളത് ജസ്റ്റ് റൺ ചെയ്ത് നോക്കുകയാണ്. റൺ ചെയ്ത് നോക്കുമ്പോൾ നാണ്ട് കണ്ട, നമ്മൾ ബൗളിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് വീണ്ടും യഥാസ്ഥാനം താഴോട്ട് വരും. പക്ഷേ നമ്മൾ ബൗളിൽ ടച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് അവിടെ വന്ന് അവിടെ സ്റ്റോപ്പായി പോകുകയാണ്. ഇനി നമുക്ക് വേറൊരു പ്രശ്നമാണ്, നമ്മൾ തുടക്കത്തിൽ കൊടുക്കാൻ വിട്ടു ഒരു സംഭവം ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. സോ നമ്മൾ എപ്പോഴും ഒരേ കോസ്റ്റ്യൂം വരുന്നത് മാറ്റിയിട്ട് നമ്മൾ കോസ്റ്റ്യൂംസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്ന രീതിയിൽ കമാൻഡോടെ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, കണ്ട കോസ്റ്റ്യൂം നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ എപ്പോഴും മാറി മാറി വരും. ബനാന, ആപ്പിൾ, ഓറഞ്ച് മാറി മാറി വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോ ഇത്രയൊക്കെ ആസ്വദിക്ക് നമുക്ക് ഈ ഒരു ഗെയിമിലേക്ക് നമ്മൾ തോറ്റു പോയി കഴിയുമ്പോൾ നമ്മൾ അറിയിക്കാൻ വേണ്ടിയൊരു സംഭവം നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഗെയിം ഓവർ എന്ന് പറയുന്ന ഒരു ബാനർ അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ റെഡ് കളറിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ റെക്റ്റാങ്കിൾ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ട് ഒരു റെഡ് ഫില്ലായിട്ടുള്ള റെക്റ്റാങ്കിൾ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഗെയിം ഓവർന്ന് വൈറ്റ് ഫോണ്ടിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ ഈ ഒരു സംഭവം ഇവിടെ ഫ്രണ്ടിൽ വന്ന് നമ്മുടെ ആ ഒരു സ്ക്രീനിൽ നമുക്ക് നിൽക്കുന്ന കാണാൻ സാധിക്കും. കണ്ട, ഇനി നമുക്ക് എന്തോ ചെയ്യേണ്ടത്, ഇത് നമുക്ക് എപ്പോഴൊക്കെയാണ് വരേണ്ടതെന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഇതൊരു ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഹൈഡായി പോകണം. അതായത് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സംഭവം നമുക്ക് വേണ്ട. ഇനിയോ നമുക്ക് ഈ ഒരു ഗെയിം ഫെയിലായി കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു സംഭവം ഇവിടെ ഷോ ആയിട്ട് കാണിക്കേണ്ടത്. സോ നമ്മൾ വെൻ ഐ റിസീവ് ഫെയിൽ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തിട്ട് ഷോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്താണ് വേണ്ടുന്നത്, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കമാൻഡിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. സോ നമ്മൾ ഗെയിം വെൻ ഐ റിസീവ് സ്റ്റാർട്ട് കൊടുത്തിട്ട് ഹൈഡ് കൊടുത്തിരിക്കുകയാണ്. സോ ഇപ്പോൾ നോക്കൂ, നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് നോർമലായിട്ട് നമ്മൾ കളിച്ചു പോകുന്നു. നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഫ്രൂട്ട് നമ്മൾ ക്യാച്ച് ചെയ്യാതിരിക്കുന്ന ടൈമിൽ ഗെയിം ഓവർ എന്ന് പറഞ്ഞു വന്ന് അവിടെ സ്റ്റോപ്പ് പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു വേരിയബിൾ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ചുമ്മാ ഇങ്ങനെ കളിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, ഇതിനകത്തൊരു സ്കോർ എന്ന് പറയുന്ന സംഭവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഗെയിം കോമ്പറ്റീറ്റീവായിട്ട് മാറത്തുള്ളൂ. സോ നമ്മളൊരു സ്കോർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ സ്കോറിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് കമാൻഡ്സ് ചെയ്യണം. അതായത് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ ഒന്ന് ഗെയിം ഓവറായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സ്കോർ സെപ്പറേറ്റ് 0 ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഫ്രൂട്ട് ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കോർ 1 ആയിട്ട് കൂടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗെയിം ഓവർ ആകുമ്പോൾ നമ്മുടെ സ്കോർ വീണ്ടും 0 ആയിട്ട് പോകുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഇത്ര ആയിരിക്കുമ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ ബേസിക് കാര്യങ്ങൾ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും മൈൻഡ് സെറ്റും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഗെയിമിൽ കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്ന, ഹൈ സ്കോർ ആഡ് ചെയ്യാവുന്നതാണ്, ഗെയിമിൽ കൂടുതൽ ഇൻ്റർഫറൻസ് ആഡ് ചെയ്യാവുന്നതാണ്, സൗണ്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാൻ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, നമ്മൾ ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം കാണിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ ഗായ്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാവുന്ന സ്റ്റഡി സൈനിങ് ഔട്ട്.